ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചാണ്. ഈ പ്ലാന്റിൻ്റെ പേര് ഫിറ്റോണിയ എന്നാണ്. ഇതിന് നെർവ് പ്ലാന്റ് എന്നും പേരുണ്ട്. ഈ ചെടികളുടെ ഇലകളിൽ കണ്ടുവരുന്ന ഈ ഡിസൈനുകൾ ഞരമ്പുകൾ പോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് ഈ ചെടിക്ക് നെർവ് പ്ലാന്റ് എന്ന പേര് വരാൻ തന്നെ കാരണം. കുറച്ച് കളർ വെറൈറ്റീസിലൊക്കെ ഈ പ്ലാന്റ് ഉണ്ട്. ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, മെറൂണ്, ഗ്രീന്, ലൈറ്റ് ഗ്രീന്, ഇങ്ങനെ കുറച്ച് കളർ വെറൈറ്റീസിലൊക്കെ ഈ പ്ലാന്റുകളുണ്ട്. എൻ്റെ കയ്യിൽ ഈ 2 കളറുകളേ ഉള്ളൂ. ഇൻഡോർ പ്ലാന്റ്സുകളിൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഇതൊരു ലോ ലൈറ്റ് പ്ലാന്റ് ആണ്. ഇൻഡോറിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻഡോറിൽ വിൻഡോ സൈഡിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം. അതല്ലാതെ ഔട്ട്ഡോറിലൊക്കെയാണ് ഈ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ നല്ലപോലെ ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ പ്ലാന്റ് വെക്കണം. സൺലൈറ്റൊക്കെ ഡയറക്റ്റായിട്ട് ഈ ചെടിയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇലകളൊക്കെ മഞ്ഞളിച്ചങ്ങ് ഉണങ്ങി കരിഞ്ഞു പോവും. അതുകൊണ്ട് ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നല്ലതുപോലെ ഷെയ്ഡ് കിട്ടുന്ന സ്ഥലം നോക്കി തന്നെ വെക്കുക. ഈ ചെടിയുടെ ഇലകൾ കുറച്ച് കട്ടിയുള്ള ടൈപ്പിലുള്ള ഇലകളാണ്. ഈർപ്പം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണിത്. പോട്ടി മിക്സായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് കോക്കോപീറ്റ്, ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. മണ്ണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. കോക്കോപീറ്റ് കൂടുതൽ എടുത്തിരിക്കുന്നത് കൊണ്ട് ചട്ടിയിൽ ഈർപ്പം നിലനിൽക്കും. നന കൊടുക്കുമ്പോൾ പോട്ടിൻ്റെ ഈർപ്പം നോക്കി മാത്രം നനച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ കോക്കോപീറ്റൊക്കെ പോട്ടിൽ യൂസ് ചെയ്തേക്കുന്നത് കൊണ്ട് ഈർപ്പം പോട്ടിൽ കാണും. അതുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുക്കുക. ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ പാടില്ല. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാലും ഈ ചെടി അങ്ങ് നശിച്ചു പോവും. ഇതേപോലെ പൂക്കൾ ഈ ചെടിയിൽ ഉണ്ടാകാറുണ്ട്. പൂക്കൾ വരുമ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് കളയുക. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കട്ട് ചെയ്യാതിരുന്നത്. പൂക്കൾ കട്ട് ചെയ്താൽ ഒരുപാട് ബ്രാഞ്ചസുകളൊക്കെ വരാൻ അത് സഹായിക്കും. ഇടയ്ക്ക് ഈ ചെടി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ചെടിക്കൊരു ഷേപ്പ് കിട്ടാനും നല്ല ബുഷായിട്ട് വളരാനും ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വരാനും അത് സഹായിക്കും. നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമുള്ള ചെടിയാണിത്. 2-3 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഫുള്ള് നനയുന്ന പോലെ ഇതേപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സൗത്ത് അമേരിക്കയിൽ റെയിൻ ഫോറസ്റ്റിൽ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഷെയ്ഡ് കിട്ടി വളരുന്നൊരു ചെടിയാണിത്. അതുകൊണ്ട് ഇതിന് നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമാണ്. കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. കടുത്ത സമ്മർ സീസണിൽ മസ്റ്റായിട്ടും ഇങ്ങനെ ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ ചെടി നല്ല ആരോഗ്യത്തോടൊക്കെ വളരുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇലകളൊക്കെ മഞ്ഞളിച്ചങ്ങ് കൊഴിഞ്ഞു പോവും. ഇതിന് വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോട്ട് ഒരുപാട് ഡ്രൈ ആകുന്നവരെ നോക്കിയിരിക്കരുത്. അങ്ങനെ ചെയ്താൽ ചെടി അങ്ങ് വാടിപ്പോവും. ഇതിൻ്റെ പുതിയ ചെടി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് വിത്ത് പാകിയും വളർത്താം. അതുപോലെ തന്നെ കട്ടിങ്സ് എടുത്ത് നട്ടു കൊടുത്താലും പുതിയ ചെടി വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൽ പൂക്കൾ വന്നു കഴിയുമ്പോൾ അവിടെ വിത്ത് ഫോം ആവും. ആ വിത്ത് ശേഖരിച്ച് നമുക്ക് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ചെടി എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാം. അതല്ലാതെ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ടും വളർത്തിയെടുക്കാം. കട്ടിങ്സ് എടുത്ത് പുതിയ ചെടി വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതേപോലെ കട്ടിങ്സ് എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു ചെറിയ പോട്ടിലോ അല്ലെങ്കിൽ കവറിലോ നടിൽ മിശ്രിതമായിട്ട് കോക്കോപീറ്റ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ നട്ടു കൊടുക്കുക. എന്നിട്ട് ഷെയ്ഡിൽ വെക്കുക. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിൽ കട്ടിങ്സ് ഇട്ട് കൊടുത്താലും എളുപ്പത്തിൽ വേര് പിടിച്ച് കിട്ടും. കട്ടിങ്സ് ഇതേപോലെ ചട്ടിയിൽ നട്ടു കൊടുക്കുക. അതല്ലെങ്കിൽ കപ്പിൽ വെള്ളം എടുത്തിട്ട് കട്ടിങ്സ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. എളുപ്പത്തിൽ തന്നെ വേര് പിടിച്ച് കിട്ടും. ഈ 2 മെത്തേഡുകൾ ഉപയോഗിച്ചും പുതിയ ചെടി എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വളങ്ങൾ കൊടുക്കുമ്പോൾ ജൈവവളവും കൊടുക്കാം, അതുപോലെ തന്നെ രാസവളവും കൊടുക്കാം. ഞാനിപ്പോൾ ഇൻഡോറിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ജൈവവളം മാത്രമാണ് കൊടുക്കുന്നത്. വെർമി കമ്പോസ്റ്റാണ് ഞാൻ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ NPK ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എല്ലാ 30 ദിവസം കൂടുമ്പോഴും വളങ്ങൾ കൊടുക്കുക. കീടബാധയും ഫംഗസ് രോഗങ്ങളൊക്കെ ഈ ചെടിയിൽ വരാറുണ്ട്. കീടബാധ കണ്ടുവരികയാണെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്യുക. ചട്ടിയിൽ എപ്പോഴും ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫംഗസ് രോഗങ്ങൾ ഈ ചെടിക്ക് ഉണ്ടാവും. അതിന് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് ആ വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. ഫംഗസ് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇപ്പോൾ മിക്ക ആൾക്കാരും പറയുന്നൊരു പ്രശ്നമാണ്, ഈ ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകുന്നു എന്നൊക്കെ. ഇതേപോലുള്ള കെയറുകളൊക്കെ കൊടുക്കാമെങ്കിൽ നല്ല ആരോഗ്യത്തോടു കൂടി ഈ ചെടി വളരും. കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റാണിത്. നിങ്ങളും ഈ ചെടി വളർത്താൻ ട്രൈ ചെയ്യുക. അപ്പം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.